നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണാൻ പോകുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, എത്രത്തോളം സന്തോഷവും സമാധാനവുമാണ് ഒത്തൊരുമയുമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരും. അഫർമേഷൻസ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അത് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കണക്റ്റഡ് ആകുന്നത് അഫർമേഷൻസ് രൂപത്തിൽ എഴുതുമ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യുക. നിങ്ങൾക്കത് കയ്യിൽ എത്തിച്ചേരുന്നത് വരെ, നമ്മുടെ കർമ്മ ഹീലിംഗ് ആകുന്നത് വരെ നിങ്ങൾ അഫർമേഷൻസ് എഴുതിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ബ്ലോക്കേജുകളും ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻസുകളും എങ്ങനെ മാനേജ് ചെയ്യണം, തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി, അതുപോലെ തന്നെ സെപ്പറേഷൻ ഉണ്ടായ കാരണം, അങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ടതാകുന്ന എല്ലാ കാര്യങ്ങളെയും തീർച്ചയായിട്ടും കണക്റ്റ് ചെയ്യാൻ ഒരു പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവരെടുക്കുക. തീർച്ചയായിട്ടും ആ ഒരു നല്ല ഗൈഡൻസോടു കൂടി, പരിഹാര മാർഗത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. 6 സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ടോട്ടലി ഇന്നത്തെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു റിലേഷൻ ഒരു സെപ്പറേറ്റഡ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. വളരെ ശക്തമാകുന്ന ലോസ് സംഭവിച്ചിട്ടുള്ള, അൺഹെൽത്തി സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള, ഈഗോ എനർജിയുള്ള, അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നല്ല ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള, അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ പെടുത്തിയിട്ടിരിക്കുന്ന, അതായത് മുൻ സമയങ്ങളിലെങ്ങാനും ഒരു ബ്ലാക്ക് മാജിക് പോലെ വശീകരണം പോലെ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ഒരു ബന്ധത്തിൽ തറച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷകൾ ഒരുപാട് തന്നിട്ടുള്ള, എന്നാൽ ഈഗോ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുള്ളതുമായ ഒരു എനർജിയാണ് കാണുന്നത്. സെപ്പറേഷൻ പീരീഡാണ് ഈ ഒരു ബന്ധത്തിൽ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 6 സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എനർജി ലോസ് ആവും കേട്ടോ. അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ ശക്തി ക്ഷയിച്ചു പോകും. ശരിക്കും നിങ്ങളിൽ നിന്ന് ചെല്ലുന്ന ആ ഒരു എനർജി വൈബ്രേഷൻ അവരെ നിലനിർത്തുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു പവർഫുള്ളാകുന്ന ഒരു എനർജി അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇനി അത് കുറഞ്ഞു പോകാൻ, അതായത് അത് തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വീഴ്ചയിലേക്ക് പോകാനാണ് സാധ്യതയുള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു എന്താ പറയുക, ഒരു അവരുടെ നിലനിൽപ്പിന് തന്നെ, അല്ലെങ്കിൽ അവരിപ്പോൾ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ പോകേണ്ടി വരും. അവർ ഓവർകം ചെയ്യാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അവർ നിൽക്കുന്നിടത്ത് നിന്നും ഒരു എസ്കേപ്പിംഗ് എനർജിയിലേക്ക് പോകേണ്ടി വരും. ശരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ടോട്ടലി എനിക്ക് മൊത്തത്തെ ഒരു എനർജി പറയാൻ പറ്റുന്നത്, അവർ കർമ്മ അനുഭവിക്കുക. അതായത് നിങ്ങളിപ്പം വരെ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എത്രത്തോളം നിങ്ങൾ സ്ട്രഗിളാണോ ചെയ്യുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് നിരാശയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതികാര ഇച്ഛയുണ്ടോ, ആ ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ അവർക്ക് വരേണ്ടി വരുന്ന ഒരവസ്ഥ,
അതായത് സ്നേഹത്തെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിനെ നഷ്ടപ്പെടുമ്പം അവർ പൂർണ്ണമായിട്ടും ലോസായി പോകും. അവരുടെ ശക്തി ക്ഷയിച്ചു പോകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അകലെയാണെങ്കിലും സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അവരിലേക്ക് ചെല്ലുന്ന ആ ഒരു എനർജി വൈബ് അവർക്ക് വളരെയധികം ഊർജ്ജസ്വലമാണ്. പവർഫുൾ ആവാനും അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ശരിക്കും അവരുടെ നിലനിൽപ്പിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്കുള്ളൊരു എനർജിയിൽ ഇതൊരു കാർമിക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പക്ഷേ ഇമോഷണലി തെറ്റിദ്ധാരണകൾ ഉണ്ടായ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശക്തമാകുന്ന രീതിയിൽ ശത്രുദോഷത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ട്രാപ്പ് എനർജിയും നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആൻസൈറ്റി പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്, തകർത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ മറ്റെവിടെയോ അവർ കുടുങ്ങിപ്പോയ സിറ്റുവേഷൻസാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷനുള്ള കാരണമായി തീർന്നതെന്ന് നമുക്ക് ഈ എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് എത്രത്തോളം ഭിന്നിച്ച് നിൽക്കുകയാണെങ്കിലും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആക്ഷൻ എടുക്കുക എന്നതിനൊരു കൺഫ്യൂഷനോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളിൽ അവർ ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് സ്റ്റക്നെസ് ആണ്, സ്തംഭന അവസ്ഥയാണ് സംഭവിക്കുന്നത്. അവരുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഊർജ്ജസ്വലത, അവരുടെ ആ ഒരു തെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ മാറാൻ പോകുന്നത്. അവരെല്ലാ കാര്യങ്ങളെയും സ്മൂത്തായിട്ട് വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പൂർണ്ണമായിട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നും ഒന്ന് പുറകോട്ട് മാറിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അവരുടെ ആ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻസ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ ചെറുതായി പതുക്കെ അവർക്ക് നഷ്ടങ്ങൾ ലോസ് സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല അവർ സഡൻ ആക്ഷൻ എടുക്കും, നിങ്ങളിലേക്ക് അവർ എത്തിച്ചേരാൻ ശ്രമിക്കും. കാരണം ഓൾറെഡി നിങ്ങളെ അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിലുണ്ട്, നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തിയിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്, നിങ്ങളുടെ നിലനിൽപ്പ് ആ വ്യക്തിയിലാണ് എന്നുള്ള ഒരു തോട്ട്സിലാണ് അവർ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറിയാൽ, നിങ്ങളുടെ ഒരു പ്രസൻസും അവർക്ക് ഒരു രീതിയിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ സഡൻ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയിലേക്ക് അവർ മാറേണ്ടി വരും. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ ഇതിനകത്ത് കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എനർജി നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ആ ഒരു എനർജിയിൽ തന്നെയാണ് അവരും നിലനിന്ന് പോകുന്നത്. അവർക്കിതൊരു ഒരു സ്ട്രെങ്താണ്, ശക്തിയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, നിങ്ങളവരെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെപ്പോഴും അവരിലാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ചില ഈഗോ എനർജികൾ തന്നെയാണ്, ഈഗോ തോന്നിയതും പിന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കണക്റ്റഡായി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ ശത്രുദോഷത്തിൻ്റെ മറ്റു പുറമെ ആരുടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു ശത്രുതയുടെ ഫലമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, ഡെവിൾ എനർജി പ്രസൻസ്, നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ മറ്റാരോ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ കർമ്മ കൂടിയുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ മുൻ സമയങ്ങളിലെയോ പാസ്റ്റ് ലൈഫിലെയോ കർമ്മ ഈ ഒരു ബന്ധത്തിലുണ്ട്. അതും നിങ്ങൾക്ക് തമ്മിൽ ഏറ്റവും നല്ല വൈബോടുകൂടി പോകാൻ പറ്റുന്ന ബന്ധമായിട്ട് പോലും അവിടെ സെപ്പറേഷൻ വരുന്നതിൻ്റെ കാരണം ഈ ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അസൂയയുടെ ഒരു പ്രസൻസ്, നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിൽ അസൂയ തോന്നിക്കുന്ന തരത്തിലുള്ള ചില വ്യക്തികളുടെ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫാമിലി പരമാകുന്ന ആരെങ്കിലും ആവാം, ഫ്രണ്ട്ഷിപ്പ് എനർജിയിലുള്ളവരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെക്കുറിച്ച് അറിയുന്ന മറ്റു ചില വ്യക്തികളാവാം. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5ൻ്റെ എനർജികളാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ മുൻ സമയങ്ങളിൽ നിങ്ങളോട് ശക്തമായിട്ട് ഇവർ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ ഒരു രീതിയിലും ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷന് നിങ്ങളുമായിട്ട് തയ്യാറാവാതെ പോയിട്ടുണ്ടാവാം. നിങ്ങളെ കേൾക്കാനോ
അതുപോലെ നിങ്ങളോട് സംസാരിക്കാനോ ഈ ഒരു പേഴ്സൺ ഒരു രീതിയിലും തയ്യാറാവാതെ ഫുൾ ടൈം ബൗണ്ടറി ഇട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ, അതായത് നിങ്ങളെ മനസ്സിലാക്കാനോ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് പറഞ്ഞ് ക്ലാരിറ്റി നൽകാനോ ഒന്നും ഈ ഒരു പേഴ്സൺ തയ്യാറാവാതെ പോയിട്ടുള്ള ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കിടയിലെ പാസ്റ്റിലെ മുൻ സമയങ്ങളിൽ കടന്നുപോയ കുറേ കോൺഫ്ലിക്റ്റുകളാണ്. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകുമ്പം അവരെ സംബന്ധിച്ച് അവരുടെ സന്തോഷം എവിടെയോ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തി സിറ്റുവേഷൻസ് എവിടെയോ നഷ്ടപ്പെട്ട വല്ലാതെ ഒരു അടഞ്ഞ സിറ്റുവേഷൻസിലേക്ക് ഇവർ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ആവാം, അല്ലെങ്കിൽ ഫാമിലിപരമാകുന്ന സിറ്റുവേഷൻസ് ആവാം, അവിടെയൊന്നും ഇവർക്കൊരു നല്ല സ്ഥാനമോ ഇവരുടെ പ്രസൻസ് ക്ലിയർ ആയിട്ടോ ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, 2വിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം ഇമോഷണലി അവർ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ ചേഞ്ച് ആവുക തന്നെ ചെയ്യും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു എനർജിയുടെ ഊർജ്ജമാണ് അവരെ ശരിക്കും നിലനിർത്തുന്നത്. അവരത് അറിയാതെ തന്നെ മനസ്സിലാക്കുന്നു, അറിഞ്ഞും അറിയാതെയും തന്നെ മനസ്സിലാക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം അവർക്ക് പോസിറ്റിവിറ്റി ലഭിക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറുമ്പോഴാണ് ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്ക് അവർ ശരിക്കുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് ചെന്ന് നിൽക്കാൻ സാധ്യത ഉണ്ടാവുന്നത്. ശരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ഒരു പൂർവ്വജന്മ ബന്ധത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതവർക്ക് തിരിച്ചറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കാൻ പോകുന്നത്, അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം വേണമെന്ന് തിരിച്ചറിയാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു രീതിയിലുള്ള എനർജി വൈബും അവരിലേക്ക് എത്താതെ വരുമ്പോഴാണ് സാധ്യമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു 2 ഓഫ് പെൻറ്റിക്കിൾസ് കൺഫ്യൂസ്ഡ് എനർജി അവരിൽ വരും. എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് അവർ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്ക് പല കാര്യങ്ങളും ക്ലാരിറ്റി വരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബന്ധത്തിൽ പുറമേ ചില ശത്രു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ശത്രുഭാവത്തോടു കൂടി നിന്ന ചില വ്യക്തികൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളെ കണക്ട് ചെയ്തുള്ള നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നാവാം ശത്രുത വന്നത്. അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എനർജിയിലുള്ള വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കാം ശത്രുഭാവത്തിൽ നിന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുമ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാനും നിങ്ങളെ കൂടുതൽ ഓൾറെഡി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സെപ്പറേഷൻ പീരീഡിൽ നിന്നുള്ളൊരു ഫോക്കസിങ് ആണ് കാണുന്നത്. നിങ്ങളിലേക്ക് ഒരു രീതിയിലും കണക്റ്റഡ് ആകാതെ ഒരു ബൗണ്ടറി തീർത്ത് വെച്ചിട്ടുള്ള നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് അവസ്ഥ, നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതേസമയം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറുമ്പം നിങ്ങളെ തേടി അവർ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ പൂർണ്ണതയോടുകൂടി ഒരു ഹെൽത്തി സിറ്റുവേഷൻസ്, അതായത് കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തി ഒരു വ്യക്തതയോടുകൂടി പറഞ്ഞ് തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്ന ഒരു എനർജിയിലേക്ക് അവർ വരും. അവരുടെ ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, അതായത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന സിറ്റുവേഷൻസിന് ഒരു മാറ്റം വരും. ആ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും അവർ ശരിക്കും വ്യക്തമാകുന്ന ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ചേഞ്ച് ആകും. എംബറസ് എനർജി വരുന്നുണ്ട്. കുറച്ചൊക്കെ അവർക്ക് എടുത്തുചാട്ടം, അതുപോലെ തന്നെ അവരുടേതാകുന്ന ഒരു മിഥ്യാധാരണകൾ, അവരുടേതാകുന്ന ചില ചിന്തകൾക്ക് അവർ മൂല്യം കൂടുതൽ കൊടുക്കുന്ന, അതായത് അവർ പറഞ്ഞതാണ് ശരി, അവർ ചിന്തിച്ചതാണ് ശരി, അവർ പറയുന്ന രീതിയിൽ പോകുന്നതാണ് ശരി, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരിൽ വലിയ പ്രശ്നം പോലെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഫാസ്റ്റിലേക്ക് അവരൊന്ന് ചിന്തിക്കും, ഫാസ്റ്റ് എങ്ങനെയായിരുന്നു, എങ്ങനെ ഇനി ആക്കണം, എന്ത് തിരുത്തണം എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് അവർ തീർച്ചയായിട്ടും തിരിച്ചൊന്ന് ചിന്തിക്കും. അതുപോലെ ബന്ധത്തിനകത്ത് വീഴ്ചകൾ സംഭവിച്ചത്, നിങ്ങളുടെ റിലേഷനിൽ വന്ന ട്രാജഡി, തകർച്ചയുടെ കാരണങ്ങളൊക്കെ അവർ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കും. ആർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഒരു പക്ഷേ എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടി നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സൺ ആണ് എങ്കിൽ
ശരിക്കും വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഈഗോയൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കുറച്ചൊന്ന് ഇമോഷണൽ ബാലൻസിലേക്ക് വരും. കുറച്ചൊരു ക്യൂരിയോസിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വ്യക്തതയോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കും. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരിലേക്ക് തന്നെയുള്ള ഫോക്കസിങ്ങും, അവർക്ക് അഥവാ ചിലരെ സംബന്ധിച്ച് കോള് മെസ്സേജൊക്കെ ഇങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ പതുക്കെ ഒന്ന് പിറകോട്ട് മാറാൻ ശ്രമിക്കുക. നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ അവർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും. അവരുടെ ഒരു സ്റ്റക്നെസ്, സ്തംഭനാവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ച് നൽകാതെ അവിടെ ഒരു സ്റ്റക്കായിട്ട് നിന്നൊരവസ്ഥയുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകുമ്പോഴാണ് അവിടെ ഒരു ആത്മാർത്ഥത, സത്യസന്ധത, ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്സ്, ഒരു ഡിവൈൻ കയ്യൊപ്പൊക്കെ പതിഞ്ഞൊരു എനർജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതൊരാൾ മാത്രം എപ്പോഴും കൂടുതൽ എഫോർട്ട് എടുക്കുക, മറ്റൊരാളെന്ന് പറയുന്നത് വെറുതെ സ്റ്റക്കായിട്ട് നിൽക്കുക, പ്രതികരണമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ആ ഒരു എനർജിയിലാണ് പാസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ എഫോർട്ട് എടുത്തു, കൂടുതൽ ഇതിനകത്ത് പ്രാധാന്യം കൊടുത്തു. നിങ്ങളാണ് ഈ ഒരു റിലേഷനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അവരെ സംബന്ധിച്ച് അവർ ഒരു ആക്ഷനും എടുക്കാതെ സ്റ്റക്കായിട്ട് നിന്നു എന്ന് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. പക്ഷെ അതൊക്കെ അവർ തിരിച്ചറിയും. അവർക്ക് എന്തായിരുന്നു ആ ഒരു ബന്ധത്തിൽ വേണ്ടത്, എങ്ങനെയായിരുന്നു നിലനിൽക്കേണ്ടത് എന്നതും എല്ലാം മനസ്സിലാക്കും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴവും അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഒരു ശക്തമാകുന്ന ഒരു ഹെൽത്തി സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് കൊടുത്തത് തിരിച്ച് കിട്ടുന്നു. നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അത് പിന്നീട് കർമ്മരൂപത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എത്രത്തോളം പവിത്രതയോട് കൂടിയാണോ ആ ഒരു സ്നേഹം അവർക്ക് കൊടുത്തത്, അത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ ഒരു പൂർണ്ണതയില്ല, എനിക്ക് ആത്മസംതൃപ്തി ഇല്ല, എനിക്ക് ഒരു റിലേഷനിൽ നിൽക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്നും ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത് കടന്ന് ഏത് രീതിയിലാണോ അവർ പോയത് അതുപോലെ തന്നെ അവർ തിരിച്ചു വരുന്നതായിട്ടും 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. സോൾ കണക്ഷൻസ് ആണ്, റീയൂണിയൻ പ്രസൻസ് ആണ്, പോസിറ്റീവായ ഒരുപാട് ആറ്റിറ്റ്യൂഡ്, ഗുഡ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ടൈമിങ് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തിരിഞ്ഞ് നോക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിലുണ്ട്. വളരെ ശക്തമായിട്ടൊരു സെലിബ്രേഷൻ, അതായത് ഒരു എന്താ പറയുക, കൺഫ്യൂഷൻ എനർജിയൊക്കെ മാറി തീർച്ചയായിട്ടും പൂർണ്ണമാകുന്ന ഒരു എനർജിയിലേക്ക് വരും. 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരുടെ കർമ്മ ഹീലിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് അവർ നേരിടുന്ന ചില കർമ്മയുടെ ഹീലിങ്സ് ആണ്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ചാൻസ് എനർജിയുടെ പ്രസൻസും ഇതിനകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് കുറ്റബോധം തോന്നും, അവർ തെറ്റ് തിരുത്താൻ തയ്യാറാകും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് നിന്നും പൂർണ്ണമായിട്ടും പിന്മാറി നിങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ കറൻറ്റ്ലി വെയിറ്റിംഗ് ചെയ്യുന്നോ, നിങ്ങൾ കാത്തിരിക്കുന്നുവോ, ആ ഒരു ഫീലിങ്സ് അവർക്കുണ്ടാകും. ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബർഡൻ ഇറക്കി വെക്കണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്ന് ചേരണം എന്നുള്ളത് അവർ മനസ്സിലാക്കും. ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ ബർഡൻ എനർജിയും പ്രോബ്ലംസുകളും അതുപോലെ വിരക്തിയൊക്കെ കണക്റ്റഡ് ആയ ഒരു റിലേഷൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യോഗവും ഒരു ചീറ്റിംഗ് പ്രസൻസൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉള്ള ഒരു എനർജി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബന്ധത്തെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് പാസ്റ്റ് കണക്ഷൻസ് ആണ് കേട്ടോ. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അപ്പം അത് നിങ്ങൾക്കും പ്രസൻസിൽ അറിയാൻ സാധിക്കുന്നുണ്ട്, പ്രസൻറ്റിലി അറിയാൻ സാധിക്കുന്നുണ്ട്, അവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു നിസ്സാരമായി തള്ളിക്കളയേണ്ടതോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് കാണേണ്ടതോ ആയ ബന്ധമല്ല. ഈ റിലേഷനിൽ പല രീതിയിലുള്ള ട്രോമാസുകളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ വളരെ ഹാപ്പി മൂമെൻറ്റ്സായ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ബന്ധമാണെന്നുള്ളത് അവരും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കും അത്
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ ഡെവിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ, ബ്ലാക്ക് മാജിക്ക് പ്രസൻസ് ഉണ്ട്. ശക്തമാകുന്ന ഒരു എനർജിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്ക് വരുന്നത്. അതായത് മൂന്നാമതൊരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അറിയാതെ നിങ്ങളിലേക്ക് ഇഷ്ടത്തോടു കൂടി, സ്നേഹമെന്ന ആ ഒരു ഫീലിങ്സോടു കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രസൻസ് തന്നെയാണ് മൂന്നാമതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആഴത്തിലെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അട്രാക്ഷൻ്റെ പ്രസൻസ് തന്നെയാണ് ഡബിൾ എനർജി ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നത്. അതൊരു പക്ഷേ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാവാം, അതല്ലെങ്കിൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നൊരു മൂന്നാമതൊരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായിട്ടും തകർത്ത് ഇതിനകത്തൊരു പോസിറ്റിവിറ്റി ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോയ സമയം എന്നൊക്കെ പറയുന്നത് പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു കേട്ടോ. ഭയവും തടസ്സങ്ങളും എപ്പോഴും കണക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെയാണ്. അപ്പോൾ ആ ഒരു ബർഡനൊക്കെയാണ് ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനിൽ, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുമ്പം നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ അവസാനിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്കൊരു പ്രശ്നം കൂടുതൽ വരികയല്ല ചെയ്യുന്നത്. നിങ്ങൾ ആ ബന്ധത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും എല്ലാം നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. പ്ലസ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ശക്തമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ എനർജി ഉണ്ടാകും മൂന്നാമത്തെ സിറ്റുവേഷൻസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഒറ്റയ്ക്ക് ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്ത് അവരുടെ തിരിച്ചു വരവിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിപ്പോൾ പിന്മാറുമ്പം നിങ്ങളുടെ ബർഡൻ അവസാനിക്കുകയും നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമാകുന്ന ഒരു മിറാക്കിൾ മാജിക്ക് സംഭവിക്കുകയും ചെയ്യും. കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കാനും പറ്റും. പ്ലസ് നമ്മൾ പറഞ്ഞതുപോലെ മൂന്നാമത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ആ ഒരു എനർജിയുടെ ആ ഒരു നെഗറ്റീവ് പ്രസൻസിന് ഒരു അവസാനം ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശയാണ് കിട്ടുന്നതായിട്ട് കാണുന്നത്. മുന്നോട്ടേക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് എഴുതുന്നത് ഒരിക്കലും മുടക്കരുത്. അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കുക കേട്ടോ.